ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പേ ഒരു വീഡിയോ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ എൻ്റെ ഓഡിയോ റെക്കോർഡായിട്ടില്ല. സോ ഇത് ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നത്. സോ അതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. സോ എല്ലാവരെയും കണ്ടിട്ട് കുറേ നാളായി. ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ വർഷം വരുമ്പോൾ നിങ്ങൾക്കൊരു സിസ്റ്റം തരുമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ ഒരു സിസ്റ്റം തരുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച കാര്യങ്ങളുടെ ഒരു എൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ വർഷം ഒരു സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏഷ്യയുടെ ഹൈ ആൻഡ് ലോ എന്നുള്ള കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു തന്നത്. സോ ഏഷ്യയുടെ ഹൈ ആൻഡ് ലോ എന്ന് പറയുമ്പം ഞാൻ അതൊരു എൻഡ് നിങ്ങൾക്ക് വരുത്തി തന്നിട്ടില്ല. കാരണം ഞാൻ ആ എൻഡ് വരുത്തി തരാൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ അത് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ള രീതിയിലാണ്. കാരണം ഞാൻ വന്ന് അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചാടാൻ തോന്നിട്ട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതിനകത്ത്. പക്ഷെ പിന്നീട് എനിക്ക് പിന്നീട് മനസ്സിലായത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് വീണ്ടും ചാടും എന്നുള്ളതാണ് ഞാൻ കണ്ടത് നിങ്ങളുടെ ഇതിനകത്ത്. സോ ഇന്ന് ഞാൻ അതിനകത്ത് ഒരു ഇത് പറയാം. ഇപ്പം ഞാൻ ഏഷ്യയുടെ പറഞ്ഞേക്കുന്ന 8200 ആണ്. ഓക്കെ, 8223 ആണ് പറഞ്ഞത്. അതുപോലെ 8200 പറയാം. അതുപോലെ നിങ്ങൾക്ക് ഏഷ്യനെ നിങ്ങൾക്ക് 2200 ആക്കി എടുക്കാം. ഈ ഏഷ്യനെ നമ്മൾ മെയിനായിട്ട് ഏഷ്യയുടെ ഒരു മൂവ് തുടങ്ങുന്നത് 8200 ആണ്. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെതായ രീതിയിൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന സാധനം നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. സോ അതിന് നിങ്ങൾ ഏഷ്യനെ ഏത് ടൈമിലാണ് നോക്കുന്നത്, നിങ്ങളുടെ ടൈം എടുക്കുക. ഞാൻ അതിനകത്തൊരു കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഞാനായിട്ടൊരു ടൈം പറയുന്നില്ല. ഏഷ്യനെ നിങ്ങൾ നോക്കുന്ന ടൈം, നിങ്ങൾ എവിടെയാണോ നോക്കി പഠിച്ചത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ ചെയ്യുന്നത്, ആ ഒരു ടൈം ഐഡൻറ്റിഫൈ ചെയ്യാം ഏഷ്യയുടെ. ഓക്കെ, സോ ഏഷ്യയുടെ ടൈം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വരുന്നത് ലണ്ടനിലാണ്. ലണ്ടൻ നമ്മൾ 1-2 ആണ് നോക്കുന്നത്. ഓക്കെ, ആ 1-2 നോക്കുന്ന സമയത്ത് ഏഷ്യയുടെ ഹൈ ഓർ ലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന കാര്യം അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി ഉണ്ടോ. ഇപ്പം നമ്മൾ ഹൈ ആണ്, ഇപ്പം ഇവിടെ ഈ ഒരു ഏഷ്യയുടെ ഇത് ഏഷ്യയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏഷ്യയുടെ ഹൈ ഓർ ലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബൈ ആണ് പിന്നെ നോക്കുന്നത്. കാരണം നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ബൈ ചെയ്യുള്ളൂ. സോ ബുള്ളിഷ് പോവുകയാണെങ്കിൽ നമ്മൾ ലോയിൽ നിന്ന് ബൈ ചെയ്യാറുള്ളൂ. സോ അതാണ് നമ്മളുടെ ഈ ഒരു ഐഡിയ. കഴിഞ്ഞ സെഷൻ്റെ ലോ എടുത്തു കഴിയുമ്പോൾ നമ്മൾ മേളിലേക്ക് ഓപ്പോസിറ്റ് എൻട്രീസ് നോക്കുന്നു. സോ ലണ്ടനകത്ത് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമുണ്ട്. അത് നിങ്ങൾക്ക് വേണേൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ആ ടൈമിൽ മാത്രമായിട്ടിരിക്കാം. അല്ലെങ്കിൽ ലണ്ടനിൽ മുഴുവൻ ഇരുന്ന് ഈ ഒരു എൻട്രി നോക്കാം. അത് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് താല്പര്യം? നിങ്ങൾക്ക് ലണ്ടൻ ഫുള്ള് നോക്കാനാണോ താല്പര്യം അല്ല എന്നുള്ളത് ഡിസിഷൻ എടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അതാണ് മാർക്കറ്റ്. ഓക്കെ, അല്ലാണ്ട് മാർക്കറ്റിനായിട്ടൊരു റൂളില്ല. നിങ്ങൾ ഈ തപ്പിത്തെരഞ്ഞ് നടക്കുന്നത് പോലെ വീഡിയോസ് കണ്ട് ചാടി വേറെ വീഡിയോസിൻ്റെ പുറകിന് പോയി നടക്കുന്നത് പോലെ, വേറെ സിസ്റ്റങ്ങളുടെ പുറകിന് നടക്കുന്ന പോലൊരു സംഭവം ഇല്ല ട്രേഡിങ്ങിൽ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ മാർക്കറ്റിൻ്റെ റൂൾ. അത് നമുക്ക് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മുടെ എൻട്രി കയറും. അത്രേ ഉള്ളൂ ട്രേഡിങ് എന്ന് പറയുന്നൊരു ഐഡിയ. ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ജോലി. ഓക്കെ, ഈ ബിസിനസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ ഹ്യൂമൻ ഇമോഷൻ അതിനെ മുന്നേക്ക് കൊണ്ടുപോകില്ല. നിങ്ങൾ മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആവും, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടാവും. സോ ഒരു ഡേ ട്രേഡർ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് പ്രോബബിലിറ്റിയിൽ മൂവ് ചെയ്യുക, ഒരു മെക്കാനിക്കൽ സിസ്റ്റം വെച്ചിട്ട്. സോ ഞാൻ ഈ വട്ടം ഞങ്ങളോടെല്ലാം ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേറെ കാര്യം പറയാനുള്ള, എനിക്ക് ആരോടും ഒരു ഹെയ്റ്റും ഇല്ല. എനിക്ക് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഓരോ ഡിസിഷൻസ് ചെയ്യുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിപ്പോൾ ഞാനാവാം, വേറൊരാളാവാം, മറ്റൊരാളാവാം. അത് നിങ്ങളുടേതായ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻ്റേതായ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തികച്ചും എൻ്റേതായ കാര്യങ്ങളാണ്. സോ
നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് ആരോടും ഹേറ്റ് ഇല്ല. സോ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഐഡിയ തന്നിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ട്രേഡ് ചെയ്യാം, എന്താണ് ട്രേഡിംഗ് എന്നുള്ളത്. ഓക്കെ, ഇത് പ്രോബബിലിറ്റി ഗെയിമാണ്. ഓക്കെ, 10 എണ്ണത്തിനകത്ത് എത്ര എണ്ണം നമ്മൾ വിൻ ചെയ്യുന്നു എന്നുള്ള ഗെയിമാണ്. അത് നമ്മൾ ചെയ്യുന്നത് പഴയ ഡേറ്റാസ് വെച്ചിട്ടാണ്. പഴയ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് വെച്ചിട്ട് പ്രൈസിനെ പോയി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇപ്പം ഏഷ്യൻ ഹൈ ആൻഡ് ലോ സിസ്റ്റം എത്ര വട്ടം പ്ലേ ചെയ്തു, ഓക്കെ, എത്ര വട്ടം ഇനിയും പ്ലേ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അത് വർക്കാവുന്നുണ്ടോ, ഇപ്പോൾ അതിനകത്ത് എന്തൊക്കെ ട്യൂബ് വരുത്തണം, ഇപ്പോൾ അതിനകത്ത് എന്തൊക്കെ രീതിയിലാണ് അത് പോകുന്നത്. ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി ആസ് എ ട്രേഡർ. ഇതിന് നല്ല വർഷങ്ങൾ പണിയുണ്ട് ചെയ്യാനും, ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനും, ഈ ഒരു ട്രസ്റ്റ് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനും. ഓക്കെ, സോ ഞാൻ ആ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടേതായ ഒരു അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ മാർക്കറ്റ്. വേറെ ആർക്കും അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നല്ല, വേറെ ആർക്കും അതിനകത്തൊരു വോയിസും ഇല്ല. ട്രെൻഡ് ലൈൻ വരച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ട്രെൻഡ് ലൈൻ വരച്ച് ട്രേഡ് ചെയ്യുക. ട്രെൻഡ് ലൈൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ICTയും SMCയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. ട്രെൻഡ് ലൈൻ വരച്ചും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും വരച്ചും മില്യൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിത് പണ്ടും പറഞ്ഞിട്ടുള്ളത്, ആരെയും ഹേറ്റ് ചെയ്യരുത്. സോ ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്ന കാര്യമാണ് മെയിൻ. അത് പ്രോപ്പറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് എടുക്കാൻ പറ്റണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സൈക്കോളജി കാര്യങ്ങളൊക്കെ ബിൽഡ് ആവുന്നത്, ഈ സൈക്കോളജിയെ കുറിച്ചൊക്കെ കഥ പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ബിൽഡ് ആവുന്നത് വൺസ് ഈ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സൈക്കോളജി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാണ്ട് വേറൊരു സൈക്കോളജി ഇല്ല ഇതിനകത്ത്. വൺസ് ഈ ഒരു ഐഡിയ കിട്ടണം എന്താണ് ട്രേഡിംഗ് എന്നുള്ളത് ഇതാണ്. ഒരു ഡാറ്റ വെച്ച് നമ്മൾ മുന്നോട്ടടിക്കുന്നു. SL ആവാം, TP ആവാം, വി ഡോണ്ട് കെയർ. നമ്മളുടെ മനസ്സിൽ നമുക്കറിയാം ഇത് പ്രോബബിലിറ്റിയിൽ വിന്നാവുന്ന ഒരു സിസ്റ്റമാണ്. സോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. മാർക്കറ്റ് തരാതിരിക്കാൻ, അല്ലാണ്ട് ഇതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് എന്താണ് ഫണ്ടമെൻ്റൽ ഡേറ്റാസ് എടുത്ത് ഇത്ര രാജ്യങ്ങളുടെ പ്ലേ മനസ്സിലാക്കി അവരുടെ പുതിയ ന്യൂസ് റിലീസ് വരുമ്പം, ഡേറ്റാസ് വരുമ്പം ഈ കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തൊരു മുന്നോക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വലിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാധാരണക്കാരൻ്റെ കാര്യം പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവരെ എനിക്കറിയാം. സോ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അല്ലാണ്ട് പാറ്റേൺ റെക്കഗ്നൈസേഷൻ ഇതിനകത്ത് പല രീതിയിൽ ട്രേഡ് ചെയ്യാം. നമ്മളുടെ ഐഡിയ, മാത്തമാറ്റിക്കൽ ട്രേഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ട്രേഡേഴ്സ് ഉണ്ട്, പാറ്റേൺ ട്രേഡേഴ്സ് ഉണ്ട്, ട്രെൻഡ് ലൈൻ ട്രേഡേഴ്സ് ഉണ്ട്, അൽഗോ ട്രേഡേഴ്സ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ട്. ഈ അൽഗോരിതം എന്നൊക്കെ പറയുന്നത് ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ അല്ല, മാത്തമാറ്റിക്കൽ രീതിയിൽ പോകുന്നൊരു സാധനം റോബോട്ടിക്കാക്കി മാറ്റി വെച്ചേക്കുന്ന, അല്ലാണ്ട് അതിനകത്ത് വേറൊന്നുമില്ല. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മളുടെ കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി വെച്ച ഒരു കാര്യമായിരുന്നു ഏഷ്യൻ ഹൈ ആൻഡ് ലോ. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഏഷ്യയുടെ ലോ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 50 മിനിറ്റ് തൊട്ട് താഴോട്ട് നോക്കാം. ഓക്കെ, ഇതിന് എൻട്രി ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ ഈ താഴോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ 3 മിനിറ്റ് എടുക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു റൂള് ക്രിയേറ്റ് ചെയ്ത് തരാം. ഓക്കെ, 3 മിനിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3 മിനിറ്റിൽ ഏഷ്യയുടെ ലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബുള്ളിഷ് നോക്കുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് 3 or 5 ഒക്കെ എടുക്കാം, പക്ഷെ ഞാനിപ്പോൾ ഒരു ഐഡിയയിൽ പറയാം. സോ ലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബുള്ളിഷാണ് നോക്കുന്നത്. നമ്മൾ വേറെ ഒന്നും നോക്കൂല. ചിലപ്പോൾ ഇവിടെ FEGയോ മറ്റേതോ മറിച്ചതോ ISRോ എന്താണ്ടൊക്കെ പരിപാടി ഉണ്ടല്ലോ ഇപ്പം. സോ ഇതെല്ലാം ഉണ്ടാവും. നമുക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മളുടെ ചാർട്ടിലെ വ്യൂ എന്ന് പറയുന്നത് ഇതാ. തുടങ്ങുമ്പോൾ ഇത് വന്നു, ഹൈ ആൻഡ് ലോ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ വരയിട്ടു, പ്രൈസ് പെയ്യെ പോയി ലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് എൻട്രീസ് നോക്കാം. നമുക്കിവിടെ IFEGs നോക്കാം, എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് നോക്കാം, അല്ലെങ്കിൽ FEG എൻട്രീസ് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് SRI നോക്കാം, ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ഏത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ബൈ സിഗ്നൽ വരുന്നത് അവിടെ എൻട്രി കയറിക്കോ. എന്നിട്ട് അതിൻ്റെ ഒരു മുന്നോട്ട് എത്ര നാൾ ഇത് വർക്കാവുന്നുണ്ടോ നോക്കുക. ഇതാണ് നിങ്ങളുടെ ജോലി. ഓക്കെ, ഇത്രേ ഉള്ളൂ ട്രേഡിങ്. സിമ്പിൾ ആസ് ദാറ്റ്. വേറൊന്നും ഇല്ല.
നിങ്ങൾക്ക് ഇവിടെ കയറാൻ ഒരു ക്രൈറ്റീരിയ വേണം. അതിപ്പോൾ ഇൻഡിക്കേറ്ററിനകത്ത് തരാം. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു സാധനം വെച്ച് നോക്കുക, അത് ഏത് ടൈം ഫ്രെയിമിൽ നോക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ആ ഒരു സാധനം മാത്രം എടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ ചെയ്യാൻ. ഇത് എത്ര നാൾ ഇത് വർക്കാവും എന്നുള്ള ഡേറ്റാസ് എടുക്കുക, ഇത് എത്ര നാൾ പോകും എന്നുള്ളത് അറിയുക. ഇത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് പോയി, ഇവിടെ നോക്കുകയാണെങ്കിലും സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് ഓപ്പോസിറ്റ്. ഇവിടെ നിങ്ങൾക്ക് എത്ര ബൈ സിഗ്നൽ വരുന്നുണ്ട്. ഇപ്പം ഇവിടെ ആദ്യം ഇവിടെ എൻട്രി കയറി കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ SL അടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ സെക്കൻഡ് എൻട്രി നോക്കുക, അതിൻ്റെ എത്ര ഇത് വരുന്നുണ്ട്. സെക്കൻഡ് എൻട്രി നിങ്ങൾക്ക് എത്ര വട്ടം വർക്കാവുന്നുണ്ട്, അതിൻ്റെ ഒരു ഇത് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്വീപ്പ് ഒന്നുമില്ല. സോ ഇവിടെ ഓപ്പോസിറ്റ് വരിക, ഇവിടെ എൻട്രി കയറി SL അടിച്ചു, ഡൺ. ഇവിടെ നിങ്ങൾ സ്വീപ്പ് നോക്കി, ഇവിടെ ട്രേഡ് വരിക, ഇവിടെ എൻട്രി കയറി TP അടിക്കാം. നിങ്ങൾ എത്ര RR എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ TP അടിക്കുക, SL അടിക്കുക, വട്ടവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഡേറ്റ് എടുക്കുക. ഇവിടെ ലോ എടുത്തു, ഇവിടെ ബ്രേക്ക് വന്നു, സ്വീപ്പ് അടിച്ചു, മേളോട്ട് പോയി. ലണ്ടൻ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മുടെ ലണ്ടൻ ഓപ്പൺ ആവുന്നത് 1 മണിക്കാണ്, ഇവിടെ 1 മണി. ഇപ്പം ഇതാണ് ഹൈ ആൻഡ് ലോ. സോ ഓപ്പോസിറ്റ് എൻട്രി വന്നു, എൻട്രി TP. സോ ഇതിങ്ങനെ എത്ര വട്ടം ഇപ്പം തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ 2-3 വട്ടം ഇത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. സോ അതിനൊരു പ്രോബബിലിറ്റി ഉണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത്. സോ അത് എത്ര വട്ടം വർക്കായി എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ സാധനം വർക്കാവും, ഇത് വർക്കാവാണ്ടും ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ സാധനം. ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് നാട്ടിൽ തന്നെ. ഇപ്പോൾ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടുന്നുണ്ട്, ഈ സെയിം സാധനമാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ പോയി ഡയറക്ഷനും ഒന്നും നോക്കണ്ട, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതൊന്നും നോക്കണ്ട. ഇപ്പം ഞാൻ അതിനൊരു ഐഡിയ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡെയിലിയിൽ പോവുക, ഇപ്പോൾ യൂറോയുടെ അവസ്ഥ എടുത്ത് വെച്ച് നോക്കുക. യൂറോ എങ്ങനെ സെല്ലിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടുന്ന് യൂറോ ബൈ പോയി. ഇവിടുന്ന് ബൈ കയറുന്ന സമയത്ത് നിങ്ങൾ ഏഷ്യയിൽ പോയിട്ട് ബൈ മാത്രം നോക്കിയാൽ മതി, സെല്ല് നോക്കണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ. ബൈ, ഇവിടെ ബൈ ഉണ്ട്, ഇവിടെ ബൈ ഉണ്ട്, സ്വീപ്പ് ചെയ്തു. ഇവിടെ ബൈ ഇല്ല, ഇവിടെ നിന്നാണ് നമുക്ക് റിവേഴ്സിൽ വരുന്നത്. അത്ര ഡേറ്റ. സോ ബൈ മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 3-2 ട്രേഡ് കിട്ടും. സോ അത് മതി. മനസ്സിലായില്ലേ? അത് എത്ര RRൽ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വരച്ചു വെച്ചതാണ്. നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ഇത് ഐഡിയ വരാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചത്. അതിൻ്റെ റൂൾ ഇതാണ്. ഒരു മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് സൈക്കോളജി ഇമോഷൻസ് അറ്റാച്ച്ഡ് അല്ല. കാരണം നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഒന്ന് SL അടിക്കും, ഒന്ന് TP അടിക്കും. ഈ 2 കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവിക്കും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്നത്, വൺസ് ഈ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്ത്, സാധാരണക്കാരന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ്. പക്ഷെ സാധാരണക്കാരന് ബിൽഡ് ചെയ്യാം. സാധാരണക്കാരനുള്ള മൈൻഡ് സെറ്റ് അല്ല ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ്, പക്ഷെ സാധാരണക്കാരന് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു മൈൻഡ് സെറ്റാണ്. സോ ഞാനിത് ഡെമോ ട്രേഡ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഡെമോ ട്രേഡും ഇതിനകത്തും ഒക്കെ ഡേറ്റാസ് മനസ്സിലാക്കുക. കാരണം ഇതൊരു സാധാരണക്കാരന് പറ്റുന്ന പരിപാടി അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഫണ്ട് ഇട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി ആ ഫണ്ട് അടിച്ചു കളയും. സോ ഈ ഒരു ഐഡിയ മനസ്സിൽ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫണ്ടിലും ഒക്കെ ഇറങ്ങാൻ പാടുള്ളൂ. സോ ദിസ് ഈസ് ഇറ്റ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക, അതിൻ്റെ ഡേറ്റാസ് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അതിനകത്ത് നിങ്ങൾ തറവാവുക. ഇത് മുന്നോട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിനക്ക് പറ്റിയിട്ടുള്ള പണിയല്ല ട്രേഡിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്, ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സുള്ള ഒരു പരിപാടിയാണ്. ഇത് ഞാൻ വർഷങ്ങൾ തൊട്ട് പറയുന്നതാണ്, കുറേ വർഷങ്ങൾ തൊട്ട് പറയുന്നതാണ്. ഓക്കെ, സോ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ അതും കൂടെ ഒരു എക്സ്പ്ലനേഷൻസ്. ട്രെയിനിങ്ങും മെൻറ്റർഷിപ്പും, ഞാനിപ്പം ഈ യൂട്യൂബിലും ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്ന മെൻറ്റർഷിപ്പിൻ്റെ കാര്യങ്ങൾ പറയാം. ഇപ്പം ഞാൻ തന്നെ ഇഷ്ടം പോലെ മെൻറ്റർഷിപ്പിനെ പോലെ സാധനം തന്നേക്കുന്നത്, എല്ലാം ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു സാധാരണക്കാരന് എടുത്തു പോകാൻ പറ്റണം.
ഇപ്പം ഞാൻ പഠിപ്പിച്ചത് ഞാൻ ചെയ്യിപ്പിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ സാധനമാണ്. നമ്മളെല്ലാവരും ഒന്നാണ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഈ ഏഷ്യൻ സെറ്റപ്പ് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഞാൻ 3 മിനിറ്റ് പറഞ്ഞ് ചിലപ്പോൾ 5 മിനിറ്റിലായിരിക്കും വേറൊരാൾ എടുക്കുന്നത്. അപ്പം മുമ്പേ കാണിച്ച് SL അവൻ അടിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? സോ അവിടെ ചേഞ്ച് വന്നു, വലിയൊരു വേരിയേഷൻ വന്നു. അവന് നല്ലൊരു PNL ആയിരിക്കും ഈ മാസം വരുന്നത്, വേറൊരുത്തിന് ചിലപ്പോൾ ഡൗൺ ആയിരിക്കും വരുന്നത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ അടുത്ത മാസം അവന് ഡൗൺ ആയിരിക്കും. ഈ ഡൗൺ കിടന്നവന് ചിലപ്പോൾ നല്ല TP ഭയങ്കര PNL ആയിരിക്കും. സോ ഈ ഡിഫറൻസ് ഉണ്ടാവും. സോ ഈ ആ ഒരു ഇൻഡിവിജ്വലായിട്ട് ഈ സാധനം മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സംഭവം. അത് ഒരു കൂടുതലൊരാളിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു പ്രൂവൺ സെറ്റപ്പ് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അവർക്ക് അതിനകത്തൊരു ഇത് ബിൽഡായി കഴിയുന്നു. സോ ഞാനതിന് മുന്നോട്ട് ചെയ്യാൻ വലിയ ഹോപ്പില്ല. ഇനി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇയർലി ഒരു ടീമിനെയൊക്കെ എടുക്കുള്ളൂ. സോ അതൊരു ഫൺ എന്നുള്ള രീതിയിൽ എനിക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, എനിക്കൊരു ടീം വേണം നാട്ടിൽ. സോ അതിനു വേണ്ടിയിട്ടാണ് നല്ല നല്ല ഗുഡ് ട്രേഡേഴ്സിനെ ബിൽഡ് ചെയ്യാന്നുള്ള രീതി. സോ അതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണം എടുക്കാം. നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എല്ലാം നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സാണ്. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നാണെങ്കിലും ലൈഫിൽ നിന്നാണ് കിട്ടുന്നത്, നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് അനുസരിച്ച്. സോ അതിനെ അങ്ങനെ കാണുക, ട്രേഡിങ്ങിനെ ഇങ്ങനെ കാണുക. ട്രേഡിങ്ങിനെ നിങ്ങൾ ഇങ്ങനെ കാണാൻ പാടുള്ളൂ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതിനകത്ത് സക്സസ് ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൈ ഓർ ലോ ഷെയ്ഡ്. പിന്നെ നമ്മൾ നോക്കുന്നത് ക്യൂ, സ്വീപ്പ് ഓർ ഫേക്ക് ഔട്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ മൂന്നാമത് നോക്കുന്നത് സെറ്റപ്പ്, എൻട്രി സെറ്റപ്പ്. ഓക്കെ, എന്താണ് ഇവിടെ എൻട്രി? നിങ്ങൾ എന്താണോ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, 3 മിനിറ്റാണോ 5 മിനിറ്റിനാണോ, IFEG ആണോ, എന്താണ് IFEG എൻട്രി ആണോ, അതുപോലെ ഇൻഡിക്കേറ്റർ എൻട്രി ആണോ? ഓക്കെ, എന്താണോ നോക്കുന്നത് അത് നിങ്ങളിവിടെ നോക്കുക. പിന്നെ ആണ് നമ്മളുടെ റിസ്ക് മാനേജ്മെൻറ്റ് വരുന്നത്. നിങ്ങൾ എത്ര RR ആണ് ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നത് അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ എത്ര % ആണ് ഇവിടെ റിസ്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് റെഡി. ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനം. അതിൻ്റെ ഒരു എൻഡ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഇതിടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇനി വേറൊരു സിസ്റ്റം ഞാൻ തരാനിരിപ്പുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് തരും. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. സോ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതും ഇതുപോലെ വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ്, ഇതും അതുപോലെ വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. രണ്ടിനും SLകൾ ഉണ്ടാവും, രണ്ടിനും TPs ഉണ്ടാവും. അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം നമ്മൾ ഗ്രീനിൽ ഇറങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ഗെയിം ഓഫ് ട്രേഡിങ്. ഓക്കെ ഡൺ കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Stay safe.